കൂട്ടുകാരെ, ഇന്നൊരു ഉച്ചയൂണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് കൊഞ്ചും ചുവന്ന മീനുമാണ് കിട്ടിയത്. അപ്പോൾ ചുവന്ന മീൻ ഇത്തിരി ഫ്രൈ ചെയ്യാമെന്ന് കരുതി. എന്നും തീയലോ അല്ലെങ്കിൽ റോസ്റ്റോ ഒക്കെയാണ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇന്ന് ഇത്തിരി ഫ്രൈ ചെയ്യാമെന്ന് കരുതി എല്ലാം നാണ്ട കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഇടികല്ലിലോ അല്ലെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അങ്ങനെയുള്ള കല്ലിലോ വെച്ച് ഒന്ന് ചതച്ചെടുക്കാം. നന്നായി അങ്ങ് ചതഞ്ഞൊന്നും പോവേണ്ട, ചെറുതായിട്ടൊന്ന് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ ചെറിയൊരു ഇടികല്ലിലാണ്, നമുക്കിവിടെ അരകല്ലില്ലാത്തത് കൊണ്ട് ചെറിയൊരു ഇടികല്ല് വെച്ചാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. നമ്മുടെ കയ്യിൽ അരകല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് നമുക്ക് ചതച്ചെടുക്കാം. നന്നായി അങ്ങ് കുഴഞ്ഞു പോകരുത്, അതേപോലെ ചതച്ച് വേണം എടുക്കാം. ഞാൻ നാണ്ട് എല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇത്തിരി പൊടികളൊക്കെ ചേർത്ത് പുരട്ടി വെക്കാം. ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയും. എന്നിട്ട് നന്നായി പുരട്ടി നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇത്തിരി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ചത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചതച്ചാണ് എടുത്തിരിക്കുന്നത്. എന്താണ്ട് ഒരു പാത്രം എടുത്തു, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്, ചെറുതീയിലിട്ട് വേണം ചെയ്യാൻ. ഒരു പകുതി മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതും സവാള ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത്. എൻ്റെ ഈ ചെറിയ ഉള്ളി ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ സവാളയാണ് ചതച്ച് ചേർത്തത്. ചെറിയ ഉള്ളി ഇടുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. നിങ്ങളുടെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇത് സവാള ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മുരിച്ചെടുക്കാം. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം കൊഞ്ചൊക്കെ, എന്നാൽ റബ്ബറായി പോവുകയും ചെയ്യരുത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി വീണ്ടും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചതച്ച് കൊഞ്ച് ഫ്രൈ ചെയ്യുമ്പോൾ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. പണ്ട് എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്ത് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയത്. പിന്നെ നമ്മുടെ പാവയ്ക്ക തീയലാണ് വെച്ചിരിക്കുന്നത്. എന്നും മെഴുക്കുരട്ടിയാണ് വെക്കുന്നത്. എന്നാൽ പിന്നെ ഇന്നിത്തിരി വെറൈറ്റി പിടിക്കാമെന്ന് കരുതി തേങ്ങാവൊക്കെ വറുത്തരച്ച് തീയൽ വെക്കാമെന്ന് കരുതി പാവയ്ക്കൊക്കെ അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങയിലേക്ക് ഒരു വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും ചെറിയ ഉള്ളി അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി മൂത്ത് കിട്ടണം, അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വറുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ ഒരു നുള്ളു വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പാനിലെങ്ങാനും പിടിക്കുന്നു എന്ന് തോന്നിയാൽ ഒരു നുള്ളു വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നല്ല എണ്ണയുള്ള തേങ്ങയായിരുന്നു, അതുകൊണ്ട് തന്നെ തേങ്ങയിൽ നിന്ന് തന്നെ നന്നായിട്ട് എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. മൂത്ത തേങ്ങ ആയതുകൊണ്ട് നല്ലവണ്ണം മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടിയും ഇത്തിരി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ വറുത്തരയ്ക്കുന്ന സാധനങ്ങൾക്ക് അങ്ങനെ മല്ലിപ്പൊടി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇനി അത് തണുക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അപ്പം പാവയ്ക്ക വയ്ക്കാൻ വേണ്ടി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഇത്തിരി തേങ്ങാ കൊത്തിട്ട് കൊടുക്കുന്നുണ്ട്. പാവയ്ക്കൊക്കെ ഇത്തിരി കയ്പല്ലേ, അതുകൊണ്ട് ഇത്തിരി തേങ്ങാ കൊത്തിരിക്കട്ടെ എന്ന് കരുതി. പിന്നെ ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് പാവയ്ക്കയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമുളകും ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. വെന്ത് വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ തണുത്തിട്ടുണ്ട്. അത് ഞാൻ ദാണ്ടെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് ഞാൻ അരച്ചെടുത്തത്. നല്ല എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായി അരിഞ്ഞും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളിയും കൂടെ ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതാണ്ട് പാവയ്ക്കയുടെയൊക്കെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തരച്ചതിൻ്റെ അരപ്പ് അതോടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നന്നായി ഇളക്കി പാവയ്ക്കയിലേക്കിട്ട് അരപ്പ് പിടിക്കട്ടെ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, തേങ്ങയുടെ നിറം കണ്ടില്ലേ, നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ അരച്ചത്. വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ച് കഴിയുമ്പോൾ ഈ നിറം അങ്ങ് മാറും, വേറൊരു നിറമായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ വെള്ളം ഒഴിക്കാതെ അരച്ചാൽ മാത്രമേ ഇങ്ങനൊരു നിറം നമുക്ക് കിട്ടത്തുള്ളൂ. കണ്ട പാവയ്ക്കൊക്കെ അതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഇനി ജാറിലേക്ക് ഇത്തിരി വെള്ളമോട് ഒഴിച്ച് വെച്ച് നമുക്കൊന്ന് തിളയ്ക്കാൻ വെക്കാം. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക്
നമുക്ക് ഇത്തിരി പിഴുപുളി വേണം. അത് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പിഴുപുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളിയൊന്നും വേണ്ട, കാരണം നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുളിയൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഒരു കുറച്ച് പുളിവെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനിയൊന്ന് അടച്ചു വെക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വരട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക ഇങ്ങനെ റെഡിയാക്കാത്തവരൊന്ന് ചെയ്ത് നോക്കണേ, എല്ലാവർക്കും ഇഷ്ടമാവും. ഒട്ടും കയ്പൊന്നുമില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്ക് കയ്പൊന്നും തോന്നിയില്ല, ഒരു നല്ല ടേസ്റ്റായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തീയൽ ഇവിടെ റെഡിയാണ്. പിന്നെ ചുവന്ന മീനാണ് കിട്ടിയത്. അത് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കണ്ട ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചൂടായപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ ഇട്ട് കൊടുത്ത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എപ്പോഴും കാണിക്കുന്ന ആയതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതി പെട്ടെന്നൊന്ന് കാണിച്ചു എന്ന് മാത്രം. പിന്നെ ഉപ്പും പുളിയൊക്കെ ഇട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് മീൻ പെറുക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ കറി അപ്പോൾ ഇവിടെ സെറ്റായിട്ടിരിപ്പുണ്ട്. ദാണ്ട കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കറിവേപ്പില ഉണ്ടാക്കി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ അച്ചാർ ഇരിപ്പുണ്ട്, ഇരുമ്പിപ്പുളി അച്ചാറാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ പപ്പടവും കൂടെ വറുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ഊണ് കുശാലായി കേട്ടോ. അപ്പോൾ ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം. ചോറിന് നല്ല ചൂടുണ്ട്, ഇപ്പോൾ വെച്ച ചോറാണ്, നല്ല ചൂടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി നിരത്തി ഇട്ട് കൊടുക്കുന്നത്. ചോറ് പാത്രത്തിലേക്ക് ഇട്ടു. പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ കൊഞ്ച് ഫ്രൈ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ. പണ്ട് ഞങ്ങളുടെ അമ്മയൊക്കെ ഇങ്ങനെ ആയിരുന്നു വെച്ച് തരുന്നത്. പിന്നെ അതിലേക്ക് തീയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മീൻകറി, ഒരു കഷ്ണം ഇത്തിരി ചാറ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. തീയലും കൊഞ്ച് ഫ്രൈ ഒക്കെ ഉള്ളതുകൊണ്ട് മീൻകറി വേണ്ട, അതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം മാത്രമാണ് ഞാൻ വെക്കുന്നത്. പിന്നെ നമ്മുടെ അച്ചാർ, ഇരുമ്പിപ്പുളി അച്ചാർ, എനിക്ക് വലിയ ഇഷ്ടമാണ് അച്ചാർ. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അച്ചാറാണ് ഇരുമ്പിപ്പുളി അച്ചാർ. അതുകൊണ്ട് അതും ഇത്തിരി വെക്കുന്നുണ്ട്. പിന്നെ 2 പപ്പടം വറുത്തതൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് ഇരുന്നോട്ടെ 2 പപ്പടം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോഴെന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ പറഞ്ഞു തരാനും ഒരു മടിയും കാണിക്കേണ്ട. അപ്പോൾ നാണ്ടെ എൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും